ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ജൂലൈ 31, 2024 ജൂലൈ 31. ഇന്ന് നമ്മൾ 2 വീഡിയോകളാണ് നമ്മൾ ഇറക്കുന്നത്. ഈ 2 വീഡിയോകളും എന്നെ കേട്ട് വന്നിരുന്ന എല്ലാ പ്രിയ ദൈവമക്കളും കേൾക്കണമെന്നും നിങ്ങളിത് നിങ്ങൾക്കറിയാവുന്ന അനേക ആളുകൾക്ക് അയച്ചു കൊടുക്കണമെന്നും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ പരമ്പര തുടങ്ങിയിട്ട് 60 വീഡിയോകളാണ് ഇന്നലെ വരെ നമ്മൾ കേട്ടത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ശുശ്രൂഷ ഞങ്ങൾ തുടങ്ങിയത് യാതൊരു ഭൗതിക ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടല്ല. യാതൊരു ഭൗതിക ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടല്ല. 2, ഈ ശുശ്രൂഷയുടെ നോട്ടുകൾ തയ്യാറാക്കുന്നത് 10ഓളം വേർഷനുകൾ മലയാളം ബൈബിളുകൾ ആഴമായി ശ്രദ്ധിച്ചും പഠിച്ചുവാണ്. 10ഓളം മലയാളം ബൈബിളുകൾ, അതായത് സത്യവേദ പുസ്തകം, അതിൻ്റെ 2-3 പ്രാവശ്യം ഇറക്കിയ പുതിയ പരിഷ്കരിച്ച പതിപ്പുകൾ, പിന്നെ NIVB മലയാളം ബൈബിള്, മാത്യൂസ് വർഗീസിൻ്റെ ബൈബിള്, POC ബൈബിള്, ഓശാന ബൈബിള്, പിന്നെ പല വേർഷനുകളായിട്ടുള്ള 10ഓളം മലയാളം ബൈബിളുകളും, കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് ബൈബിളും, ആംപ്ലിഫൈഡ് ഇംഗ്ലീഷ് ബൈബിളും, ഗ്രീക്ക് ഹീബ്രു ബൈബിളുകളുടെ ഏതാണ്ട് 99% ഒറിജിനൽ തർജ്ജിമയായ തമിഴ് ബൈബിളും, ഇതെല്ലാം കൂടെ പഠിച്ചിട്ടാണ് ഈ നോട്ടുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു ഒറ്റയാൾ പട്ടാളം അല്ല. ഇതിന് നോട്ടുകൾ തയ്യാറാക്കാൻ ശക്തരായ ചില ദൈവദാസന്മാരുടെ സഹായവും എനിക്കുണ്ട്. കാരണം തമിഴ് ഭാഷ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാം സഹായങ്ങളോട് ചേർന്ന് മൂലഗ്രന്ഥങ്ങൾ എല്ലാം തന്നെ, മൂലഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചും റെഫർ ചെയ്തിട്ടുമാണ് ഇതിൻ്റെ നോട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ജീവിതം മാറ്റി വെച്ചിട്ടുള്ള ചില വ്യക്തികൾ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ നന്ദിയോടെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. അപ്പോൾ ഞാൻ, എൻ്റെ ഭാര്യ, ഞാനുമായി ബന്ധപ്പെട്ട മറ്റ് പലരും ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പണിയെടുക്കുന്ന അനേക വ്യക്തികളും ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു വചനഭാഗം ഒന്ന് വായിച്ചാട്ടെ. മത്തായി 26:40-41. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. NIVB ബൈബിൾ അതിങ്ങനെ എഴുതുന്നു. പിന്നെ അവർ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നതായി കണ്ടു. എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അദ്ദേഹം പത്രോസിനോട് ചോദിച്ചു. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് സന്നദ്ധം, ശരീരമോ ദുർബലം. ഇങ്ങനെ എഴുതിയേക്കുന്നത്. യേശു ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ സമയത്ത് യേശു പ്രാർത്ഥിക്കാൻ മുന്നോട്ട് കടന്നു പോയപ്പോൾ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു. ഇവരവിടെ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടു. സത്യം പറഞ്ഞാൽ നമ്മളിന്ന് കേരളത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അതായത് സമയമില്ല. ഒരു മെസ്സേജ് അയച്ചാൽ അത് കേൾക്കാൻ സമയമില്ല, ഒരു വചനഭാഗം വായിക്കാനുള്ള സമയമില്ല, പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. ഇപ്പോൾ ഈ മൊബൈൽ മേഖലയിലൊക്കെ പണ്ട് ലോങ് വീഡിയോകളായിരുന്നു, ഇപ്പോൾ എല്ലാം റീൽസാണ്. 59 സെക്കൻഡ് താഴെയുള്ള റീൽസ്. ഒരെണ്ണം ഇങ്ങനെ നോക്കി, രണ്ടാമതിങ്ങനെ നോക്കി, മൂന്നാമതിങ്ങനെ നോക്കി, രാത്രിയുടെ യാമങ്ങളിലെല്ലാം ഇങ്ങനെ തോണ്ടി ഭാര്യ അടുക്കളയിലിരിക്കുന്നു, ഭർത്താവ് ഇപ്പുറത്തിരിക്കുന്നു, മക്കൾ അപ്പുറത്തിരിക്കുന്നു. എല്ലാവർക്കും ഈ തോണ്ടാൻ നേരമുണ്ട്. തോണ്ടി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ കയറി കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ 8 മണിയോ 9 മണിയൊക്കെ ആവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞുകൊണ്ട് ആളുകൾക്ക് സമയമില്ല എന്നാണ് പറയുന്നത്. സത്യത്തിൽ സമയമില്ലാത്തതല്ല, സമയം കൊണ്ട് കളയുന്നതാണ് പ്രധാന വിഷയം. കർത്താവ് പറഞ്ഞു 24 മണിക്കൂർ തന്നിട്ടുണ്ട്, അതിൽ 1 മണിക്കൂർ എൻ്റെ കൂടെ ഉറങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുകയല്ലേ? എന്നിട്ട് പറയുക
പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് തയ്യാറാണ്. ആരുടെ ആത്മാവാ? എൻ്റെ ആത്മാവല്ല. എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ആ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. പക്ഷേ ശരീരം ദുർബലമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന് തയ്യാറാകുകയാണെങ്കിൽ, അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇപ്പോൾ പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റിനും പോലും 24 മണിക്കൂറേ ഉള്ളൂ. അവർക്ക് സമയമുണ്ട്. നമ്മൾ നാട്ടിലുള്ളവർക്ക് സമയമില്ല. അപ്പോൾ ഈ സമയം ക്രമീകരിക്കാതെ നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്ന വിഷയം ഇല്ല. ഇനി ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17, 18, 19. നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ ആദി പിതാക്കളായ ആദവും ഔവ്വായും ശാപം മേടിച്ചിട്ടുണ്ട്. നമ്മൾ ജാതിയായിരിക്കുന്ന കാലത്തും രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട് വിശ്വാസിയായിരിക്കുന്ന സമയത്തും ഒക്കെ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട് വിശ്വാസിയാണെന്നും പറഞ്ഞ് നടക്കുന്ന സമയത്തും ഒക്കെ ഈ ശാപം മാറുന്നില്ല. ശാപം എന്നാക്കെയാ? നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലം മുഴുവൻ കഷ്ടതയിലൂടെ അതിൽ നിന്ന് ഉപജീവനം നടത്തണം. അത് നിനക്കായി മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കും. നീ വയലിലെ സസ്യങ്ങൾ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് നിന്നെ എടുത്ത് മണ്ണിലോട്ട് മടങ്ങുവോളം നീ നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ആഹാരം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. ഞാൻ ഈ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു വ്യക്തമായി, ഏത് ധനവാൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇച്ചിരി വില കൂടിയ ഡ്രസ്സ് ഇടും, വില കൂടിയ ചെരുപ്പിടും, വില കൂടിയ വാഹനത്തെ പോകും, കുറച്ച് വില കൂടിയ ഭക്ഷണവും കഴിക്കുമായിരിക്കും. കർത്താവ് പറഞ്ഞതുപോലെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പോകും. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇച്ചിരി നല്ല കട്ടിലെ കിടക്കുമായിരിക്കും, നല്ല പുതപ്പ് പുതയ്ക്കുമായിരിക്കും, നല്ല ബെഡ്ഷീറ്റ് ഉണ്ടായിരിക്കും, നല്ല തലമണ്ണ ഉണ്ടായിരിക്കും. ഇതിനപ്പുറം ആർക്കും ഭൂമിയിലില്ല. എല്ലാ ധനവാന്മാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ പരിഹരിക്കാൻ പറ്റാത്ത അനേക പ്രശ്നങ്ങളുള്ള ധനവാന്മാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. 30 ഏക്കർ സ്ഥലത്തിൻ്റെ നടുക്ക് 30,000 സ്ക്വയർ ഫീറ്റുള്ള കൊട്ടാരം പോലത്തെ ബംഗ്ലാവിൽ താമസിക്കുന്ന ധനവാന്മാരെ എനിക്കറിയാം. ഇവിടെയല്ല, അമേരിക്കയിൽ, മലയാളികളാണ്. പക്ഷേ പരിഹരിക്കാൻ മേലാത്ത 100 കണക്കിന് പ്രശ്നമുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ വരും പലപ്പോഴും. ചില വിഷയങ്ങൾക്ക് ഒരു മറുപടിയില്ല. സാധുക്കൾക്ക് ദാരിദ്ര്യമാണ് പ്രശ്നമെങ്കിൽ പരിഹാരമില്ലാത്ത അനേക പ്രശ്നങ്ങളുള്ള ധനവാന്മാരെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ 1-ാം തലമുറ പിതാക്കന്മാർക്ക് സമയമുണ്ടായിരുന്നു. കാരണം അവർ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തിരുന്നു. ദൈവം ആ തലമുറകളെയൊക്കെ അനുഗ്രഹിച്ചു. ആ തലമുറകളെയൊക്കെ അനുഗ്രഹിച്ച അവരെ ദൈവം അനുഗ്രഹിച്ച് അവർക്കെല്ലാം പണം ഉണ്ടായപ്പോൾ അവർ ദൈവവേലയ്ക്ക് എന്ന പേരിൽ നാട്ടിലുള്ള കുറേ കള്ളന്മാർക്ക് പണം അയച്ചു കൊടുത്തു. ഞാനിനി പറയുന്നത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കണം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലിരിക്കുന്ന നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം എടുക്കണം. നിങ്ങളുടെ അപ്പന്മാരുടെ അപ്പന്മാർ, 1-ാം തലമുറ പിതാക്കന്മാർ, അവർ സമയം മാറ്റിവെച്ച് ദൈവത്തെ വീണ് നമസ്കരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച് വിശുദ്ധ ജീവിതം ചെയ്തപ്പോൾ ദൈവം വാഗ്ദാനപ്രകാരം തലമുറകളായി നിങ്ങളെ അനുഗ്രഹിച്ചു. നിങ്ങളെയും നിങ്ങളുടെ സമയവും ദൈവരാജ്യത്തിന് കൊടുക്കേണ്ടതിന് പകരം ഈ നാട്ടിലുള്ള പല കള്ളന്മാരെ നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ചു. കാര്യം വെള്ളയിട്ടവനും കറുപ്പിട്ടവനും മീശ പഠിച്ചവനും പിന്നെ അന്യഭാഷ പറയുന്നവനും ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ കള്ളന്മാർക്കെല്ലാം നിങ്ങൾ പണം കൊടുത്തു. പല കള്ളന്മാർക്കും. എല്ലാ കള്ളന്മാരും ഒന്നും ഞാൻ പറയുന്നില്ല, ഇതിൽ മിക്കതും കള്ളന്മാരാ. അപ്പോൾ ഒരു ഉടായ്പ് ഞാൻ പറയാം. ഒരു സായിപ്പ് വന്നിട്ട് 30 ദൈവദാസന്മാർക്ക് മാസം 3000 രൂപ വെച്ച് കൊടുക്കാൻ ഇവിടെയുള്ള ഒരാളെ ഏൽപ്പിച്ചു. കോട്ടയം ജില്ലയിലുള്ള ഒരുത്തനെ ഏൽപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി താലൂക്കിലുള്ള ഒരാളെ ഏൽപ്പിച്ചു. അപ്പം 30 പേർക്ക് 3000 രൂപ വെച്ച് 90,000 രൂപ.
അത് വൃത്തിയായിട്ട് നടത്താൻ ഈ നടത്തിപ്പുകാരന് 10,000 രൂപയും കൊടുത്തു. ഇവരെല്ലാം ഈ നാട്ടിലെ ഈ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ അറിയപ്പെടുന്ന ശുശ്രൂഷകരാണ്. ഇയാൾ എന്നാ കാണിച്ചെന്നറിയോ? ഈ 3,000 വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും 1,000 വെച്ച് കൊടുത്തു. അപ്പോൾ 90,000 ഇവർക്ക് കൊടുക്കുമ്പോൾ 10,000 അങ്ങേർക്ക് സത്യസന്ധമായി കിട്ടുമായിരുന്നെങ്കിൽ 1,000 വെച്ച് 30 പേർക്ക് കൊടുത്തിട്ട് ബാക്കി 70,000 രൂപ ഇയാൾ എടുത്തു. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ 1,000 വെച്ച് കൊടുത്തതിൻ്റെ ദശാംശവും ഈ പെരുങ്കള്ളം മേടിച്ചു. ഇവൻ ഈ കാഞ്ഞിരപ്പള്ളി താലൂക്കിലുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല, കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ ഇവനിവിടെ ഉണ്ട്. ഇതുപോലെയുള്ള കള്ളന്മാർക്ക് വിദേശത്ത് അധ്വാനിക്കുന്ന പണം ദൈവമക്കൾ അയച്ചു കൊടുത്തു. ഇവന്മാരിവിടെ കള്ള ബില്ലുകളും കള്ള സംവിധാനങ്ങളും എഴുതി ഒരു പ്രത്യേക അവസ്ഥയെ കൊണ്ടുവന്നു. കാലാന്തരത്തിൽ സായിപ്പ് ഈ പണി പിടിച്ചു. സായിപ്പ് ഇത് പിടിച്ചു കഴിഞ്ഞപ്പോൾ സായിപ്പ് ഈ പരിപാടി നിർത്തി. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, വിദേശത്തുള്ളവരോട് പറയട്ടെ, ഇല്ലാത്ത കൺവെൻഷനുകളുടെ പേരിൽ ഇവിടെ നോട്ടീസ് അടിക്കും നിങ്ങളോട് പറഞ്ഞിട്ട്. ആ നോട്ടീസിൽ ഇന്നവർ പ്രസംഗിക്കുന്നെന്ന് എഴുതി വെക്കും. ആ നോട്ടീസ് നിങ്ങൾക്ക് അയച്ചു തരും. ഇവർ ഈ നാട്ടിൽ ഈ പരിപാടി നടത്തുകയല്ല, എവിടെയായാലും ഈ പ്രസംഗകർ നടത്തുന്നിടത്ത് പോയി 2-3 വീഡിയോ എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഈ പെന്തക്കോസ് ഗോളം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നത്തിലേക്ക് എത്തിയിരിക്കുന്നു. മ്ലേച്ഛന്മാരുടെ കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു. സംഘടനാ സംവിധാനങ്ങളിൽ കസേരകളി അടിസ്ഥാനമായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയക്കാർ കാണിക്കുന്നതിലും വലിയ നെറികേടുകൾ ആളുകളെ പണം കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് ടൂറിസ്റ്റ് ബസ്സുകളിൽ കൂട്ടിക്കൊണ്ടുവന്ന് മൂക്കറ്റം ചാപ്പാട് മേടിച്ചു കൊടുത്ത് കൈക്ക് പണവും കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്നു. അധികാരം പിടിക്കുന്ന രീതിയിലേക്ക് സംഘടനാ സംവിധാനങ്ങൾ മാറി. അപ്പോൾ ന്യൂജൻ സംവിധാനങ്ങൾ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവൻ ദൈവമായി മാറി. അവർ രഹസ്യത്തിൽ വോട്ട്കയും ജിന്നും അടിച്ചു. മണം വരികയല്ലോ. പല ന്യൂജൻ സഭകളിലും കൊയർ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്ത് പുരുഷന്മാർക്ക് വോട്ട്കയും ജിന്നും സ്ത്രീകൾക്ക് വൈനും കൊടുത്തു. കുപ്പിപ്പണി അയലോക്കത്തെ പറമ്പുകളിൽ കൊണ്ടുപോയിട്ട് ആളുകൾ കേസ് കൊടുത്ത് പോലീസ് വന്ന് പിടിച്ചു. ഇത്രയും മോശമായ മ്ലേച്ഛമായ രീതിയിൽ കേരളം മാറി. പല സ്ഥലങ്ങളുടെ പേര് കേൾക്കുമ്പോഴും കള്ളന്മാരെ ഓർമ്മ വരും. നിങ്ങൾ ഓർത്തോ? പുനലൂരെന്നും അടൂരെന്നും അഞ്ചലെന്നും കൊട്ടാരക്കരയെന്നും കേട്ടാൽ ഇപ്പോൾ കള്ളന്മാരുടെ പേര് കൂട്ടിയായി ഇതല്ല ഉള്ളത്. ഇതുപോലെ ഈ ഗോളം നശിച്ചു. കേരളത്തിലെ ദൈവമക്കളോട് പറയട്ടെ, ഇന്ന് ഈ സമയത്ത് പറയട്ടെ, ഇത് അന്ത്യകാലഘട്ടമാണ്. ഇത് അവസാനത്തെ സമയമാണ്. ഇനി ഇത് ഒത്തിരി മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇന്ത്യയിലും വിദേശത്തുമുള്ള മലയാളികളായ ദൈവമക്കളോട് പറയട്ടെ, യോഗ്യമായിട്ട് നിങ്ങൾ നിന്നില്ലെങ്കിൽ ഇനി നിങ്ങളുടെ പണമല്ല ഇവിടെ വരേണ്ടത്, നിങ്ങളാണ് ഇവിടെ വരേണ്ടത്. നിങ്ങളുടെ സമയമാണ് വരേണ്ടത്, നിങ്ങളെയാണ് ഇവിടെ വേണ്ടത്. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി വേല ചെയ്യേണ്ട സമയം അധികരിച്ചു. അതിൻ്റെ 2 കാര്യമുണ്ട്. അത് പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. രണ്ടാമത് ഇതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് തന്നെ പറയും. അതായത്, നിങ്ങളായി ഒത്തിരി കള്ളന്മാരെ തീറ്റിപ്പോറ്റി. ആ കള്ളന്മാർ ഇവിടെ ഒത്തിരി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിൻ്റെ ശിക്ഷ നിങ്ങളെ ഏൽക്കേണ്ടി വരും. നിങ്ങളുടെ പണം അയച്ചു കൊടുത്ത് നിങ്ങൾ ധാരാളം കള്ളന്മാരെ ഈ നാട്ടിൽ എഴുന്നേൽപ്പിച്ചു. അതിന് പരിഹാരവും പ്രായശ്ചിത്തവും നിങ്ങൾ ചെയ്തേ മതിയാവും. ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ 10ഓളം വേർഷനുകൾ മലയാളം ബൈബിളുകൾ കൈകാര്യം ചെയ്തതിൽ നിന്ന് ഞങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇതിനകത്തെല്ലാം തിരുത്തി വന്നപ്പോൾ തെറ്റുകളുണ്ട്. സത്യവേദ പുസ്തകത്തിൽ മിക്ക സ്ഥലത്തും മൂലഭാഷയുമായിട്ട് തെറ്റുകളുണ്ട്. മലയാളം ഭാഷയിലെ അക്ഷരങ്ങളുടെ കുറവ് ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വാക്കുകളുടെ കുറവ്. അതുകൊണ്ട് ലോകം മുഴുവനുള്ള യഥാർത്ഥ കേരളീയ ദൈവമക്കളോട് പറയട്ടെ, യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഒരു ഒറിജിനൽ തർജ്ജിമ ഇറക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള വഴികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് നമ്മളൊരു വലിയ ശുശ്രൂഷയായി തന്നെ എടുക്കണം. കാരണം മൂലകൃതികളിൽ നിന്ന്, മൂലഭാഷയിൽ ഉള്ള പുസ്തകങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് മലയാളത്തിൽ ഇത് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, കേരളത്തിലെ ദൈവമക്കൾക്കുള്ള മുന്നറിയിപ്പ് എന്നുള്ള 1ാം ലേഖനം എന്ന് വേണം ഞാൻ പറയുന്നു, 1ാം വീഡിയോ. സംഘടനാക്കാരനും പെശകായി, കുറച്ച് നല്ലതില്ലെന്നല്ല കേട്ടോ, അപൂർവമായിട്ടുണ്ട്. ന്യൂജൻ മിക്കതും വഷളായി.
എഴുതി പഠിപ്പിച്ച ഭാഷാപരം കണ 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 ക്രിസ്ത്യാന്ന് വരെ ആയി ഇത്. ഇതുപോലെ കൊള്ളുകലാത്തൊരു ആത്മലോകമായെങ്കിൽ ഇത് പുനരുദ്ധരിക്കാൻ ലോകം മുഴുവൻ ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ദൈവമക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. കള്ളന്മാർക്ക് പണം അയച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത്. ബാർ ഹോട്ടലുള്ള പ്രസംഗകർ ഈ നാട്ടിലുണ്ട്. തെങ്ങും തോപ്പുകളും മേടിച്ച് ചെത്താൻ കൊടുത്തിരിക്കുന്ന പ്രസംഗകർ ഈ നാട്ടിലുണ്ട്. ഇനി അന്വേഷിച്ച് ചെല്ലുമ്പം വേശ്യാലയം നടത്തുന്നവനുണ്ടോ എന്ന് പോലും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ബ്ലേഡുകാരുള്ള പ്രസംഗകർ ധാരാളമുണ്ട്. ബ്ലേഡുമായിട്ട് നടക്കുന്നവർ ധാരാളമുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മ്ലേച്ഛമായ അവസ്ഥയിലേക്ക് ചെന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, എന്നെ ശ്രവിക്കുന്ന ലോകം മുഴുവനുമുള്ള ദൈവമക്കളുടെ ഉള്ളങ്ങളെ തുറക്കണമേ. അവർ പണം കൊടുത്ത് മേടിച്ചിരിക്കുന്ന അവരുടെ തലമുറയ്ക്കുള്ള ബന്ധനങ്ങളെ അഴിക്കാൻ, അവരിന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന കെട്ടുകൾ അഴിക്കാൻ, യഥാർത്ഥത്തിൽ കള്ളന്മാരെ സപ്പോർട്ട് ചെയ്തതാണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് ജനത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ നിൽക്കുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ബുദ്ധിയെ തുറക്കണമേ, ഓർമ്മയെ തുറക്കണമേ, കണ്ണുകളെ തുറക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.